എൻ്റെ ഇമോഷൻസിന് നന്ദി. നമ്മൾ പലപ്പോഴും നമ്മുടെ ഇമോഷൻസിനെ അവോയ്ഡ് ചെയ്യാറുണ്ട്. കരയേണ്ട, ദുഃഖിക്കേണ്ട, പേടിക്കേണ്ട, സ്ട്രോങ് ആകണം. ഇതല്ലേ നമ്മുടെ സമൂഹം നമ്മളെ പഠിപ്പിച്ചത്. പക്ഷെ ഇന്ന് എനിക്ക് ചെറിയൊരു സത്യം പറയാനുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് നമ്മുടെ ഇമോഷൻസിനോടാണ്. നമ്മൾ നമ്മുടെ ഇമോഷൻസിനെ എങ്ങനെ കാണുന്നു? നമ്മൾ ഇമോഷൻസിനെ രണ്ട് രീതിയിൽ കാണുന്നു. ഒന്ന് പോസിറ്റീവ് ഇമോഷൻസ്, സന്തോഷം, എക്സൈറ്റ്മെൻ്റ് ഒക്കെ. രണ്ട് നെഗറ്റീവ് ഇമോഷൻസ്, സങ്കടം, ദേഷ്യം, പേടി. പോസിറ്റീവ് ഇമോഷൻ വന്നാൽ നമ്മൾ ഓക്കെയാണ്. പക്ഷേ നെഗറ്റീവ് ഇമോഷൻ വന്നാൽ നമുക്ക് അസ്വസ്ഥതയുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സപ്രസ് ചെയ്യും, ഇഗ്നോർ ചെയ്യും, അല്ലെങ്കിൽ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും. പക്ഷെ ഒരു ചോദ്യമുണ്ട്, ഇത് ശരിയായ വഴിയാണോ? ഓരോ ഇമോഷനും നമുക്ക് ഓരോ പാഠങ്ങളാണ് തരുന്നത്. എൻ്റെ ദേഷ്യം എന്നെ എന്താ പഠിപ്പിച്ചത്? എനിക്ക് ബൗണ്ടറീസ് പഠിപ്പിച്ചു. എന്താണ് ശരി, എന്താണ് തെറ്റ്, ഇവ തിരിച്ചറിയാനല്ലേ എൻ്റെ ദേഷ്യം എന്നെ പഠിപ്പിച്ചത്. എൻ്റെ സങ്കടമോ എനിക്ക് എമ്പതി പഠിപ്പിച്ചു തന്നു. എൻ്റെ വേദന മനസ്സിലാക്കാൻ എന്നെ പഠിപ്പിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മറ്റുള്ളവർക്കും വേദനയുണ്ട്. സമാന സാഹചര്യങ്ങളിൽ ഓരോ വ്യക്തിയും വേദന അനുഭവിക്കുന്നു എന്ന് മനസ്സിലാക്കി തരാനല്ലായിരുന്നോ എനിക്ക് സങ്കടം വന്നത്? എൻ്റെ ഫിയർ എന്നെ പ്രിപ്പയർ ചെയ്യാൻ പഠിപ്പിച്ചു. റിസ്ക് എടുക്കുന്നതിന് മുൻപ് ഒന്നുകൂടി ചിന്തിക്കാൻ പഠിപ്പിച്ചു. അപ്പോൾ ഈ ഇമോഷൻസ് ഒക്കെ നല്ലതാണോ മോശമാണോ? മോശപ്പെട്ട ഇമോഷൻസും നമുക്ക് ഒരു അധ്യാപകരാണ്, അല്ലേ? അവർ നമ്മുടെ ശത്രുവല്ല. നമ്മൾ ഇമോഷൻസിനോട് ഫൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ അവയെ മനസ്സിലാക്കിയിട്ടില്ല. ഇമോഷൻസ് ഉണ്ടാവുന്നത് നമ്മുടെ വീക്ക്നെസ് അല്ല. അതിന് പിന്നിൽ നമുക്കൊരു മെസ്സേജാണ് തരുന്നത്. നിനക്ക് സങ്കടം വരുമ്പോൾ അതും എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് ഇമോഷൻസിനെ ഒബ്സർവ് ചെയ്യേണ്ടതുണ്ട്. ഓരോ ഇമോഷൻസും ഉണ്ടാവുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാവുന്നുവെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ കേൾക്കണം നമ്മുടെ ഇമോഷൻസിനെ, അവയെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. കാരണം എന്നെ ഞാനാക്കുന്നത് എൻ്റെ ഇമോഷൻസ് തന്നെയാണ്. ഇന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. നിങ്ങൾക്ക് ഇന്നുണ്ടായ ഏത് ഇമോഷനാണ് ഓർമ്മ വരിക? രാവിലെ മുതൽ ഇന്ന് എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടായി എന്ന് ഒന്ന് ഒബ്സർവ് ചെയ്യൂ സ്വയം. എഴുതി നോക്കിയാലും അത് വളരെ നല്ലതാണ്. നിങ്ങളുടെ മെമ്മറി പവർ വർദ്ധിക്കും. ബുക്കെടുക്കുക, എഴുതി നോക്കുക. ഓരോ അവസ്ഥയിലും നിങ്ങൾ അനുഭവിച്ച ആ ഒരു വേദന, അല്ലെങ്കിൽ സന്തോഷം, അല്ലെങ്കിൽ ദേഷ്യം എന്താണെന്നൊന്ന് എഴുതി നോക്കിക്കേ. എന്നിട്ട് ഇങ്ങനെ പറയൂ, എൻ്റെ ഇമോഷൻസിന് നന്ദി. കമൻറ്റിൽ എഴുതുക, നിങ്ങളെ ഏത് ഇമോഷനാണ് ഇന്ന് ഭരിച്ചത്. ചിലർ പറയും, ഒരു ദിവസം രാവിലെ എഴുന്നേറ്റാലുടൻ അന്ന് മൂഡില്ലായിരുന്നു, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, സങ്കടമായിരുന്നു ഒക്കെ പറയും. ചിലർ പറയും ഉണർന്നെഴുന്നേൽക്കുമ്പോൾ വലിയ സന്തോഷമായിരുന്നുവെന്ന്. നിങ്ങളെ ഏത് ഇമോഷനാണോ ഭരിച്ചതെന്നല്ല, ആ ഇമോഷനെ നിങ്ങൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ പിറ്റേ ദിവസത്തെ അനുഭവങ്ങളുടെ അടിത്തറ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് ട്യൂണിങ്ങിലൂടെ നമ്മുടെ ഇമോഷനെ ശരിയായ രീതിയിൽ എത്തിച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ. ഒരു പ്രശ്നം ഉണ്ടായിക്കോട്ടെ, അതിന് നിങ്ങൾ എങ്ങനെ പരിഹാരം കണ്ടെത്തി? ഒരു സങ്കടം ഉണ്ടായിക്കോട്ടെ, അതിൽ നിന്ന് നിങ്ങൾ ഏത് പാഠം പഠിച്ചു? ദേഷ്യം വന്നു, അതിൽ നിന്ന് നിങ്ങളെ എന്തൊക്കെയാണ് പഠിപ്പിച്ചത്? ആലോചിക്കുക. എപ്പോഴും കിടക്കാൻ നേരം എന്ത് നിങ്ങൾ ചിന്തിക്കുന്നുവോ അതായിരിക്കും പിറ്റേ ദിവസം രാവിലെ നിങ്ങളുടെ മൂഡ് തീരുമാനിക്കുന്നത്. നമുക്ക് മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ലവ് യു, ബ്ലെസ് യു.